ഹായ് കൂട്ടുകാരെ, നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ചാണ് ഇന്ന് കാണാൻ പോകുന്നത്. ജോലികൾ തീർക്കാത്തതുകൊണ്ട് മേലുദ്യോഗസ്ഥന്മാർ തരുന്ന സ്ട്രെസ് കാരണവും നമുക്ക് ദിവസവും സ്ട്രെസ് അനുഭവപ്പെടുന്നതാണ്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ടൈം മാനേജ്മെന്റിനെ കുറിച്ചാണ് കണ്ടത്. ഈ എപ്പിസോഡിൽ നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. ഇതിനെക്കുറിച്ചുള്ള ടിപ്സ് നമുക്ക് ഡോക്ടർ നസ്രിയോട് ചോദിച്ചറിയാം. ഡോക്ടർ, നമുക്ക് ആദ്യം ബ്രീത്തിങ്ങിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തെ ബ്രീത്തിങ് എക്സസൈസ്, ആദ്യം നിങ്ങൾ ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്ക് വലിക്കണം. അതിനുശേഷം 4 പ്രാവശ്യം എണ്ണുക. 5ാമത്തെ പ്രാവശ്യം എണ്ണുമ്പോൾ മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടണം. നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റ്, അബ്ഡോമൻ ഇവയെല്ലാം നല്ലവണ്ണം നിവർത്തുന്നത് നല്ലതാണ്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ അബ്ഡോമൻ റിലാക്സ് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതായത് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ. 2ാമത്തെ ബ്രീത്തിങ് എക്സസൈസ് ആൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീത്തിങ് ആണ്. നിങ്ങളുടെ വലതുവശത്തെ മൂക്കിന്റെ ദ്വാരം നിങ്ങളുടെ വലത് തള്ളവിരൽ കൊണ്ട് മൂടേണ്ടതാണ്. നിങ്ങളുടെ ചുണ്ടുവിരലും നടുവിരലും നെറ്റിയിൽ വെക്കേണ്ടതാണ്. നിങ്ങളുടെ മോതിരവിരൽ ഇടതുവശത്തെ മൂക്കിൽ വെക്കേണ്ടതാണ്. ഇപ്പോൾ ഇടതുവശത്തെ മൂക്കുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കണം. വലതുവശത്തെ മൂക്കിന്റെ ദ്വാരത്തിലൂടെ ശ്വാസം പുറത്തേക്ക് വിടണം. അതിനുശേഷം വീണ്ടും മാറ്റി ചെയ്യാവുന്നതാണ്. ഈ എക്സസൈസ് 10 പ്രാവശ്യം ചെയ്യുന്നതാണ് നല്ലത്. അടുത്തത് വാക്കിംഗ് മെഡിറ്റേഷൻ. താടി നല്ലവണ്ണം ഉയർത്തിപ്പിടിക്കുക. ശരീരം കുറച്ച് മുൻപോട്ടും നിങ്ങളുടെ ഷോൾഡേഴ്സ് പുറകിലോട്ടും ഉണ്ടാവണം. നിങ്ങളുടെ അബ്ഡോമനും പുറകുവശവും ഉള്ളിലേക്ക് വലിക്കണം. നിങ്ങൾ നടക്കുമ്പോൾ ആദ്യം ഹീൽ വേണം തറയിൽ തൊടാൻ. അതിനുശേഷമായിരിക്കണം ടോസ് തറയിൽ തൊടുന്നത്. നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോഴും ഇതുപോലെ തന്നെ നിങ്ങളുടെ ഹീൽ വേണം തറയിൽ തൊടാൻ. നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനെ മൈൻഡ് സിങ്നെസ് എന്ന് പറയും. മറ്റു കാര്യങ്ങളൊന്നും ആലോചിക്കാതെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, നിങ്ങളുടെ ബ്രീത്തിങ്, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ശ്രദ്ധയോടെ ചെയ്യുന്നത് കാരണം നിങ്ങൾ വാക്കിംഗ് മാത്രമല്ല വാക്കിംഗ് മെഡിറ്റേഷനും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തതിനു ശേഷം തീർച്ചയായും എനിക്ക് നല്ല റിലാക്സേഷൻ ഉണ്ട്. നിങ്ങളും ഇത് ചെയ്തു നോക്കുന്നത് നല്ലതാണ്. പിരിമുറുക്കത്തിൽ നിന്നും മുക്തരാവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ടിപ്സ് ഞങ്ങളുടെ കമന്റിലേക്ക് ഇടുക. മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.